അഭിഷേകം ചെയ്തിരിക്കുന്നു. ഏലിയാ പ്രവാചകൻ. എന്റെ ദൈവമേ, ആകാശവും ഭൂമിയും സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച എന്റെ ദൈവമേ, അങ്ങയുടെ ദാസൻ അവിടുത്തെ മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു. അന്ധവിശ്വാസത്തിന് തിമിരം ബാധിച്ച സമരിയായി സത്യദൈവത്തിന് സാക്ഷ്യം നൽകാൻ ഇതാ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നിങ്ങൾ അനുതാപത്തിന്റെ ജാഗ്രതയും അന്യ ദേവാരാധന എത്ര വലിയ മാരകഭാവമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും ഞാൻ ഏലിയ, സത്യദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത ഏലിയ പ്രവാചകൻ. സമരിയയുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. സമരിയയുടെ ഗോതമ്പ് വയലുകൾ നമ്മെ മാടി കളിക്കുന്നു. സമരിയയ്ക്ക് ഇന്ന് വിളവെടുപ്പ് മഹോത്സവം. കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്ക് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കാലം. ഈ വർഷാരംഭത്തിൽ തന്നെ ഭാഗ്യവനുള്ള നവദിന പൂജകൾ ആരംഭിക്കണമെന്ന് നേർച്ചകളും കാഴ്ചകളും സ്വീകരിച്ചാൽ പിന്നെ ഭാഗ്യവൻ നമ്മുടെ ദേശത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഇന്ന് തന്നെ ബാലിന്റെ പ്രവാചകണത്തെ ആളയച്ച് വിളിപ്പിക്കണം. കർത്താവിന്റെ 100ഓളം പ്രവാചകന്മാർക്ക് ഒളിച്ചു താമസിക്കാൻ സഹായം ചെയ്തു കൊടുത്തതും ഭാഗ്യാവിനുള്ള കാര്യം അങ്ങ് മറന്നോ? ഇങ്ങനെയുള്ള ഒരാളെ അങ്ങയുടെ പ്രധാന കാര്യസ്ഥാനത്തേക്കുന്നത് അത്ര ശരിയല്ല. എന്നും നമ്മുടെ വിശ്വസ്തന. അവൻ നമുക്കെതിരെയോ നമ്മുടെ രാജ്യത്തിനെതിരെയോ ഒന്നും തന്നെ ചെയ്യുകയില്ല. അങ്ങയുടെ വിശ്വാസം അതാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. മലമുകളിൽ അഗ്നിക്കിനടിൽ പ്രത്യക്ഷപ്പെട്ട വ്യാജ പ്രവാചകനെ കുറിച്ച് പ്രഭു ഒന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ആ വാർത്ത എന്റെ കാതുകളിലും എത്തി. ഇതിനും കൂടി ഒരു പരിഹാരം നിർദ്ദേശിക്കുവാൻ വേണ്ടിയാണ് നാം ബാലിന്റെ പ്രവാചകണത്തെ ആളയച്ച് വിളിപ്പിക്കുന്നത്. ബാലിനെതിരെയും സമരിയയുടെ അധികാരി അങ്ങേക്കെതിരെയും സംസാരിച്ച ആ വ്യാജ പ്രവാചകന്റെ നാമം എനിക്ക് വേണം. ബാലിന്റെ പ്രവാചകണകൾ ദിക്കുനോക്കി പ്രവചിക്കട്ടെ. ദിക്കുനോക്കി പ്രവചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതവനാ സത്യദേവത്തിന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞു നടക്കുന്ന ഏലിയ. മന്ത്രക്കോലിന്റെ മണിയടി ശബ്ദം, പൂജാധൂമത്തിന്റെ ഗന്ധം. ബാലിന്റെ പ്രവാചകൻ ഇതാ എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ഒരു വർഷം സമരിയായി സമൃദ്ധമായി അനുഗ്രഹിച്ചു. നാം ആണയിട്ട് പറയുന്നു, വരും വർഷവും സമരിയായിക്ക് സമൃദ്ധിയുടെ കാലമായിരിക്കും. വ്യാജപ്രവാചകന്മാരെ
ഗലയാദിൽ നിന്നുള്ള ഏലിയ. നിങ്ങളുടെ മന്ത്രങ്ങൾ കേൾക്കാൻ ബാലിന് കാതുകളില്ല. നിങ്ങളുടെ ധൂമങ്ങൾ സൃഷ്ടിക്കാൻ ബാലിന് നാസികയില്ല. ബാൽ കേവലം ഒരു കരിങ്കൽ പ്രതിമയാണ്. ബാലിന്റെ ശബ്ദമുയർത്താൻ ആരാണ് എനിക്ക് അധികാരം നൽകിയത്? ഇവനെ നാം വിളിച്ച് നായ്ക്കൾക്ക് കൊടുക്കണം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഏലിയ പ്രവചിക്കുന്നു, വരും വർഷം സമരിയയ്ക്ക് മഴ ലഭിക്കുകയില്ല. ബാലും ബാലിന്റെ പ്രവാചക ഗണവും നാട് കടത്തപ്പെടും. ബാലും ബാലിന്റെ പ്രവാചക ഗണവും നാട് കടത്തപ്പെടും. ബേത്സമോർ, ബാലിന്റെ ശബ്ദമുയർത്തിയ നിന്നെ മഴ പെയ്യുന്ന ആദ്യ ദിവസം തന്നെ ബാലിന് ബലി നൽകും. ഇത് ബാലിന്റെ പ്രധാന പ്രവാചകനായ അൽബിമോസിന്റെ ശബ്ദമാണ്. ബാലും ബാലിന്റെ പ്രവാചക ഗണവും നാട് കടത്തപ്പെടും. പ്രഭു, ഇവൻ ഈ നാടിനകത്താണ്. ഉടൻ തന്നെ പ്രതിവിധി വേണം. ബാലിനെതിരെയും രാജാവിനെതിരെയും ദ്രോഹം ചെയ്ത ഏലിയ പിടിച്ചുകെട്ടി വിചാരണ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ നാം കൽപ്പിക്കുന്നു. ഇന്നു മുതൽ നവദിനരാത്രങ്ങളിൽ ബാലിന്റെ 450 പ്രവാചക ഗണങ്ങൾ കടുത്ത പൂജാകർമ്മങ്ങളിലായിരിക്കും. ബാലിനാണോ ഏലിയാണോ ദൈവത്തിനാണോ ശക്തി എന്ന് നമുക്ക് കാണാം. പ്രഭു, ഏലിയ സത്യദൈവത്തിന്റെ പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അഗ്നിയേക്കാൾ ശക്തിയാണ്. ഈ കാഴ്ചകൾ എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാകുന്നില്ല. സമരിയ, നീ ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുന്നു. എവിടെ എവിടെ ബാലിന്റെ പ്രവാചകങ്ങൾ? എവിടെ നിങ്ങൾ ദിക്ക് നോക്കി പ്രവചിച്ചപ്പോൾ ഈ ദുരിതങ്ങൾ കണ്ടില്ലേ? ഈ ദുരിതങ്ങൾക്ക് ബാലും ബാലിന്റെ പ്രവാചകനവും എന്ന് കഴിച്ചു. നിർത്താം. നാടിന് സമൃദ്ധി ഉണ്ടാകാനല്ലേ സമരിയായിൽ ഞാൻ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ഇങ്ങനെ പോയാൽ ഞാൻ പ്രജകളില്ലാത്ത മരുഭൂമിയുടെ അധീപനാകും. പ്രതിപതി എനിക്കറിയാം. ഇത് ഏലിയായുടെ ശാപമാണ്. ഒബാദ്യ, ഇന്ന് തന്നെ സമരിയായുടെ 4 അതിർത്തികളിലേക്ക് മാളയിക്കുക. ഏലിയ എവിടെയായിരുന്നാലും അവനെ കണ്ടുപിടിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരിക. ഉത്തരവ്. ഏലിയ, ഞാൻ സമരിയ മുഴുവൻ അങ്ങേ തേടി നടന്നു. അങ്ങ് സമരിയയ്ക്ക് ശാപത്തിൽ നിന്നും മോചനം നൽകണം. ഒബാദിയ, അന്യ ദേവാലയത്തിൽ ഉപേക്ഷിക്കാതെ സമരിയയ്ക്ക് മഴ ലഭിക്കുകയില്ല. നീ ഇസ്രായേൽ ജനതയെ മുഴുവൻ കാർമൽ മലയിൽ വിളിച്ചുകൂട്ടുക. ഇസബേൽ തീറ്റി പോറ്റുന്ന 450 പ്രവാചകന്മാരെയും. Oh!
ആധുനിക ലോകത്തിൽ തിന്മകൾക്കെതിരെ കത്തുന്ന പ്രവാചകൻ